അപ്പോൾ രാവിലെ നമുക്ക് മുട്ടയിൽ നിന്നുള്ള തുടക്കമാണ്. മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് രാവിലെ നമ്മളൊരു മുട്ട ഏത്തപ്പഴമൊക്കെ കൊടുക്കാമെങ്കിൽ വളരെ നല്ലതാണ് അവരുടെ വെയിറ്റ് ഗെയിനിങ്ങിന്. ഞാൻ രാവിലെ മിക്കപ്പോഴും മുട്ട കഴിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞാവ് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് അലയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിവർത്തിയില്ല. മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും മനസ്സിലാവുന്ന പ്രായമല്ലല്ലോ. പിന്നെ ഇടിയപ്പം ഉണ്ടായിരുന്നു. ഇടിയപ്പത്തിന് കറിയൊക്കെ വേണമെന്ന് നേരത്തെ നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ നിർബന്ധമൊന്നുമില്ല. പഞ്ചസാരയും ഇടിയപ്പവും പിന്നെ പാലും ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് പാല് കുടിക്കും. ഇടയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ ചായ കുടിക്കും, ഇടയ്ക്കൊക്കെ കാപ്പി കുടിക്കും. അങ്ങനെയൊക്കെയുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിരിക്കും. പക്ഷേ ഒരുവിധം ഞാൻ പറഞ്ഞല്ലോ, ഒരു 12 വയസ്സ് വരെയൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിവതും ചായയും കാപ്പിയും ഒന്നും കൊടുക്കാതിരിക്കുക, പാല് തന്നെ കൊടുക്കുക. കാരണം ഇവരുടെ ശരീരത്തിലേക്ക് പൊതുവേ ഇവരുടെ കഴിപ്പ് കണക്കായിരിക്കും. പിന്നെ ഈ കഴിക്കുന്ന സാധനത്തിൻ്റെയും കൂടെ പോഷകങ്ങൾ ചായ കുടിക്കുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും അത് വലിച്ചെടുക്കപ്പെടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഉച്ചക്കത്തേക്ക് ചീനി കിട്ടിയായിരുന്നു. അപ്പോൾ ചീനി ഒന്ന് കുഴച്ച് വേവിച്ചു. അത് നമ്മുടെ പിന്നെ മീനെന്ന് പറഞ്ഞാൽ മത്തി, നല്ല മുളകിട്ട് കറി വെച്ച മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു. കുറേ നാളായി മീൻ മേടിച്ചിട്ട്. കാരണം അമ്മയ്ക്ക് കഴുകാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിലെ മീൻ കഴുക് ഞാനായിരുന്നു. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ മേടിക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നാലെ കഴുകിയൊക്കെ മേടിക്കും. എന്നാലും ചടങ്ങാണ്, വീട്ടിൽ കൊണ്ട് നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കണ്ടേ. അങ്ങനെ മീൻ കറിയൊക്കെ കൂടി കഴിച്ചു. എനിക്കിപ്പോൾ ചീനി ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വലിയ കൂണില്ലേ, അപ്പോൾ അത് നമ്മളൊന്ന് വൃത്തിയാക്കി ഇച്ചിരി നേരം മഞ്ഞൾപ്പൊടിയിലിട്ട് വെള്ളത്തിൽ നിന്നിട്ട് മാറ്റി വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളിയും പിന്നെ പച്ചമുളക്, അതുപോലെ ഈ കൂണ് വൃത്തിയാക്കിയതുമെല്ലാം എടുത്തിട്ട് കടുക് വറുത്ത്, അരിയൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ വഴട്ടാനുള്ള ഉള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ കൂണും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും ചേർക്കും. അത് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനകത്ത് നടുക്കേക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് പൊത്തി വെച്ച് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേവിക്കും. അത് നന്നായിട്ട് കുക്കാവുക, അതേ ഉള്ളൂ. അത് വേറെ അഡീഷണൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമ്മൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുക. എന്തോ ടേസ്റ്റാണെന്നറിയാമോ എൻ്റെ പൊന്നേ. അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ കൂൺ കിട്ടിയിട്ട്. അപ്പം ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് വേറെ ഇല്ല അല്ലേ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഫൈബർ റിച്ച് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഫുഡ് വേറെ ഇല്ല. അത്ര നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കൂട്ടി കഴിച്ചു ഉച്ചയ്ക്ക്. അതുണ്ടെങ്കിൽ തന്നെ വലിയ സന്തോഷമാണ്. പക്ഷേ ഒരുപാട് നേരത്തേക്ക് എടുക്കാനൊന്നും കാണത്തില്ല. നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ളത് മാത്രമേ കാണത്തുള്ളൂ. എന്നാലും ഇപ്പോൾ എല്ലാവരും പുറത്തുനിന്നൊക്കെ കൂൺ മേടിക്കും. പക്ഷേ അതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്നറിയില്ല. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. നമുക്ക് ഈ കൂണിൻ്റെ അത്രയും ടേസ്റ്റൊന്നും ഒന്നിനും വരത്തില്ല. ഇതിന് മുമ്പ് ഞാൻ അരിക്കൂൺ വീട്ടിൽ കിട്ടിയപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് എന്താ, കുറച്ച് അവിയലുണ്ടായിരുന്നു, പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, കൂൺ തോരനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി. അങ്ങനെ സ്ഥിരം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ചിലരെയൊക്കെ നമ്മൾ തലേ ദിവസത്തെ ആൾക്കാരെയും കൂടെ എടുക്കാറുണ്ട്. അങ്ങനെ അങ്ങോട്ട് പാഴാക്കി കളയാറില്ല. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിക്കും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഈ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും നമ്മുടെ കഴിപ്പും ഒക്കെ. പിന്നെ രാത്രിയിൽ പിന്നെ തോരനുണ്ടായിരുന്നു, അപ്പോൾ കുഞ്ഞമ്മ കൊണ്ട് തന്നത്. അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കത്തേക്ക് ചിലപ്പോൾ വൈകിട്ടത്തേക്ക് കാണത്തില്ല. ശേഷം എല്ലാം തലേ ദിവസത്തേക്കൊക്കെ നമ്മൾ വെച്ചിരുന്നിട്ട് അതും ചൂടാക്കിയൊക്കെ കഴിക്കാനുണ്ടാവും. ഒരുപാട് ദിവസമൊന്നും വെച്ച് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ കേട്ടോ.